ഇത് ആലോചിച്ചാൽ നമുക്കിതൊന്നും വേണ്ടിയിട്ടില്ല. പള്ളിന്റെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആകാൻ തല്ലല്ലോടത്തും പള്ളിക്ക് തല്ലെടുക്കണ അതിന് തന്നെയാണ്. സെക്രട്ടറിയും പ്രസിഡന്റ് ഉള്ളിൽ അതേ കാരം, പുറത്തിങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടും. ഞാൻ കുറേ പോലുണ്ട് ജനറൽബോഡിക്ക്. എനിക്ക് ജനറൽബോഡി നല്ലോണം തിരിയും. കാരണം ഞാൻ 313 മദ്രസ ഉണ്ടാക്കുന്നുണ്ട്. ആ മദ്രസയിൽ 237 മദ്രസ പൂർത്തിയായിട്ടുണ്ട്. ഈ മദ്രസയിൽ ഒന്നിരിക്ക മുഖ്യ രക്ഷാധികാരി ഇല്ലെങ്കിൽ പ്രസിഡന്റാണ്. ഈ രണ്ടാളും തലയിൽ കുലുമാലുണ്ടാവുമ്പോഴാണ്. ഈ മുഖ്യ രക്ഷാധികാരിന് എപ്പോഴാ തരിക? കൂലുമാലുണ്ടാവുമ്പോ. പ്രസിഡന്റിന് തരികയില്ല എപ്പോഴാ? കൂലുമാലുണ്ടാവുമ്പോ. നല്ലംപേല പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. കൂലുമാല് തന്നെ ഞാൻ പ്രസിഡന്റ് ആകണം, സെക്കൻഡാണ്. ഇവിടുന്ന് 10,000 ഇങ്ങനെ കിട്ടാല്ല. ഇവിടെ ശരിക്കും ഇതൊന്നും അറിഞ്ഞാൽ ഞമ്മൾക്കിതൊന്നും വേണ്ടി വരൂല. അള്ളാഹിന്റെ മുമ്പിൽ ചോദ്യല്ലേ? പള്ളിന്റെ ഒരു പഴയ ഒരു മരം ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്, ഒരു ഓടിങ്ങനെ കിടക്കുകയാണ്. അത് മഴയും വെയിലും ഇങ്ങനെ കൊണ്ട് കിടക്കുകയാണെങ്കിൽ ഇതിന്റെ മസ്ഊല് സെക്രട്ടറിയും പ്രസിഡന്റും ട്രഷററും ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗമാണ്. ഓരാണ് അതിന്റെ കമ്മിറ്റി. അതിനല്ലേ നമ്മൾ ഓലെ തെരഞ്ഞെടുത്തിക്കണേ? ഓല തരാൻ ഞാൻ ഇതിന് റെഡിയാണ്. അതുകൊണ്ടല്ലേ ഇന്ത്യയുടെ മന്ത്രിമാരൊക്കെ ഭരിക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെല്ലുന്ന കണ്ടില്ല നിങ്ങള്? എന്തൊരു മട്ടത്തിലെ ചെല്ലുക. ഒരാൾ ചൊല്ലിക്കൊടുക്കുക. ഓൽക്ക് കിട്ടാത്തോണ്ടാ? ഓൽക്ക് കിട്ടാത്തോണ്ടല്ലത്. ഓൽക്ക് ശരിക്ക് ചൊല്ലിക്കൊടുക്കുന്നു. നല്ല ഉഷാറില് നല്ല മട്ടത്തിൽ ഞാൻ ഇതിനൊക്കെ റെഡിയാണ്. ഇന്ത്യയെ നോക്കാനും ഇത് ഇന്ത്യയിൽ ഭരിക്കുന്ന ഉള്ള ആളുകളെയൊക്കെ ഞാൻ നോക്കാനൊക്കെ റെഡിയാണ്. അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ഉഷാറിലെ ചെല്ലില് ചെല്ലിട്ട് പിന്നെ കക്കലിങ്ങനെ തുടങ്ങി അങ്ങനെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും പിന്നെ ആ പ്രതിജ്ഞന്റെ ഉഷാറ് അല്ലേ? എല്ലാത്തിനും റെഡിയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോ എല്ലാവരും വന്നിട്ടേ ഞങ്ങൾ ഇതീ കൂടെ റോഡിട്ട് തരാം, അതിലെ റോഡിട്ട് തരാം, അവിടെ അങ്ങനെ ഉണ്ടാക്കി തരാം, ഇവിടെ കിണറുത്തി തരാം ഒക്കെ പറയും. പിന്നെ ഓല കാണുന്നു, പിന്നെ അടുത്ത 5 കൊല്ലം കഴിഞ്ഞ ഓല കാണും. അങ്ങനത്തെ ഒരു ഭരണാധികാരിയാണെങ്കിൽ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും.